ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ മോളുടെ അച്ഛൻ മോളുടെ അടുത്ത് തന്നെയുണ്ട്. ഈ കൈ എത്തുന്ന ദൂരത്ത്. എന്താ സത്യ കാണിച്ചത്? അനുവേണ്ടി അവിടെ വരുന്നതിന് മുമ്പ് എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോന്നെ? എന്താ നീ ബാഗ് പോലും എടുക്കാത്ത? മോളെ, നീ എന്താ മിണ്ടാത്തെ? ദേ, വീണ്ടും പഴയ പോലെ തുടങ്ങിയോ? എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? എന്ത് പറ്റിച്ചോന്ന്? നീ എന്തൊക്കെയായി പറയുന്നേ? പപ്പി എന്നോട് എല്ലാം പറഞ്ഞു. എന്റെ അച്ഛന്റെ ശബ്ദത്തിൽ എന്നെ വിളിച്ചോണ്ടിരുന്നത് പപ്പിയാന്ന് ഞാൻ അറിഞ്ഞു. അമ്മയ്ക്കും അതൊക്കെ അറിയായിരുന്നല്ലേ? എന്താ മിണ്ടാത്തെ? പറ അമ്മ, അറിയായിരുന്നില്ലേ? അന്ന് സ്കൂളിൽ എന്റെ അച്ഛനായിട്ട് വന്നത് ആരാ? പറ അമ്മ, ആരാന്ന്? ശരിക്കും എനിക്ക് അച്ഛനുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാ? പറ അമ്മ, ആരാന്ന്? മോളെ, അത് പിന്നെ അമ്മ പറയാതെ. എനിക്കത് അറിഞ്ഞേ പറ്റൂ. മോളെ, പറ ശാരദാമ്മേ, ആരാ എന്റെ അച്ഛൻ? അത് മോളെ പറയില്ല അല്ലേ? ശരി, പറയണ്ട. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. സത്യ, മോളെ സത്യ, ചെല്ലടി, ചെന്ന് അവളെ സമാധാനപ്പെടുത്ത്. ചെല്ല്. ഇത്രയും നാളും അവളിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അകലെയാണെങ്കിലും ഒരിടത്ത് തന്റെ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പ്. ആ ഉറപ്പാ ഇന്നിപ്പോ നഷ്ടമായത്. അത് താങ്ങാൻ ആ കുഞ്ഞു മനസ്സിന് കഴിഞ്ഞെന്ന് വരില്ല. അവള് കേട്ട ശബ്ദം, കണ്ട രൂപം, അതെല്ലാം ഒരു നിമിഷം കൊണ്ടാ നഷ്ടമായിരിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടായാലും കുഴപ്പമില്ല, കൊച്ചിന്റെ മനസ്സ് ശാന്തമാക്കണം. ഇനി വിഷ്ണു ആണ് അവളുടെ അച്ഛനെന്ന് അറിയിക്കേണ്ടി വന്നാലേ അവളുടെ സങ്കടാവസ്ഥ മാറുമെന്നാണെങ്കിലേ മോളെ, അതിന് നീ തയ്യാറാവണം. കാരണം ആ മനസ്സ് അച്ഛനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാ. അച്ഛനുമായി സംസാരിക്കാനും സമയം ചെലവിടാനും ഒരുപാട് നാളായി കാത്തിരിക്കുന്ന കുട്ടിയവള്. അവളെ ഇനി സത്യങ്ങൾ മറച്ചു പിടിച്ച് വേദനിപ്പിക്കരുത്. ചെന്ന് അവളെ ആശ്വസിപ്പിക്ക്. ചെല്ല്. നീ പറഞ്ഞാലേ ഇനി അവള് കേക്കൂ. ഞാനിനി എന്തെല്ലാം കാണണം? നീ തന്നെ ഒന്ന് പറയ്. അമ്മ എന്നോട് മിണ്ടരുത്. അമ്മയും കൂടി ചേർന്നായിരുന്നല്ലേ പപ്പിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്. ഞാൻ എന്റെ അച്ഛനാണ് എന്നെ വിളിക്കുന്നതെന്ന് കരുതി എന്തുമാത്രം സന്തോഷിച്ചെന്നോ, എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടെന്നോ, അതെല്ലാം വെറുതെ ആയില്ലേ? ആരാ എന്റെ അച്ഛനായിട്ട് വന്നത്? അമ്മയ്ക്കും അറിയാം, ശാരദാമ്മയ്ക്കും അറിയാം. എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ? അമ്മ പറയുന്നതൊന്ന് കേക്ക്. അതൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. മോള് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു വാശി പിടിക്കുകയും ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയും ചെയ്തപ്പോ മോളുടെ സങ്കടം മാറ്റാനും ഭക്ഷണം കഴിപ്പിക്കാനും വേണ്ടി പപ്പി കണ്ടെത്തിയ ഒരു മാർഗം മാത്രമായിരുന്നു ഫോൺ വിളി. മോള് പിന്നെ ഇത് സീരിയസ് ആക്കി എടുത്തപ്പോ പപ്പിക്ക് ഇത് നിർത്താനും പറ്റിയില്ല. മോളെ,
നോക്ക്, ഇതൊക്കെ അമ്മ അറിയുമ്പോഴേക്കും മോള് വിളിക്കുന്നത് അച്ഛനാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പ അന്ന് വന്നത് എന്റെ അച്ഛനല്ലല്ലേ? പറ, അച്ഛനാണോന്ന് പറ അമ്മേ. പറ പറ അമ്മേ. അല്ല, എല്ലാരും കൂടി പറ്റിക്കുവായിരുന്നല്ലേ? എങ്കി പറ, എന്റെ അച്ഛൻ ആരാ? എനിക്ക് അച്ഛനുണ്ടോ? കൂട്ടുകാരെല്ലാം ഇതറിയുമ്പോ ഇനിയും കളിയാക്കും. കാണാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാം അമ്മേ. ഇനി എന്നെ കള്ളങ്ങൾ വഴി സങ്കടപ്പെടുത്തരുത്. പറ, എനിക്ക് അച്ഛനുണ്ടോ? പറ അമ്മേ. പറയമ്മേ, എനിക്ക് അച്ഛനുണ്ടോ? എനിക്കത് അറിയണം. എന്റെ പൊന്നുമോള്, മോളുടെ അച്ഛനെ കാണാനുള്ള ആഗ്രഹവും ഇഷ്ടമൊക്കെ ഈ അമ്മയ്ക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. പക്ഷെ അത് പറയാനുള്ള ഒരു സാഹചര്യം ഈ അമ്മയ്ക്കുണ്ടായില്ല. മോളെ, ഒന്നും അറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അമ്മയുടെ ജീവിതം. ഇനിയിപ്പോ അമ്മ അതൊന്നും നോക്കുന്നില്ല. എന്റെ മോളുടെ സന്തോഷം എനിക്ക് എല്ലാത്തിനേക്കാളും വലുത്. എന്റെ മോള് കഴിഞ്ഞേ ഉള്ളൂ. എനിക്കിനി എന്തും. എന്റെ മോളുടെ അച്ഛൻ മോളുടെ അടുത്ത് തന്നെയുണ്ട്. ഈ കൈ എത്തുന്ന ദൂരത്ത് മോളെ സ്നേഹിച്ചും ലാളിച്ചും എന്റെ മോളുടെ കൂടെ തന്നെയുണ്ട്. ഇത്രയും നാളും ആരെ പോലെ ആവണം തന്റെ അച്ഛനെന്ന് മോൾ ആഗ്രഹിച്ചോ? അത് തന്നെ മോളുടെ അച്ഛൻ. മോൾക്ക് വേണ്ടി ഒരു അച്ഛന്റെ കടമ പോലെ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാനും സ്നേഹപൂർവ്വം ഒരച്ഛന്റെ വാത്സല്യത്തോടെ കെട്ടിപ്പുണർന്ന് ഉമ്മ വയ്ക്കാനും ഈ അച്ഛൻ എന്റെ മോളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.